ശാലോമിൻ്റെ ഈ ജാഗരണ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ ആലയത്തിലിരുന്നും ശാലോം ടെലിവിഷൻ്റെ മുമ്പിലിരുന്നു കൊണ്ടും ദൈവവചനം കേട്ട് ഈശോയുടെ ഒപ്പം ഇരുന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുക. പ്രത്യേകമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശാലോം ടെലിവിഷന് മുമ്പിലായിരിക്കുന്നവരോട് നമുക്ക് ചെയ്യാവുന്ന വലിയൊരു പ്രേക്ഷിത വേലയാണ് ഈ നൈറ്റ് വിജിലേക്ക് അനേകരെ ക്ഷണിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഫോൺ എടുത്ത് നിങ്ങൾ വിളിച്ച് ഈ പ്രാർത്ഥനയിലേക്ക് അനേകരെ നിങ്ങൾ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടുന്ന് വചനം ഇപ്രകാരം പറയുകയാണ്: കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവന് ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് വർഗത്തിൽപ്പെട്ടവനാണേലും, ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും, ഏത് സ്ത്രീയോ പുരുഷനായിരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, സകലരുടെയും കർത്താവ് ഒരുവൻ തന്നെയായ നമ്മുടെ ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഇപ്രകാരം പറയാണ്: കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് തൻ്റെ സ്വർഗീയമായ എല്ലാ സമ്പത്തും അവിടുന്ന് വർഷിക്കും. അതാരാണ് എന്ന് മുഖം നോക്കിയിട്ടല്ല. കർത്താവിന് രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയത്തിലുള്ളവനാണോ ചിന്തയില്ല. കർത്താവ് നോക്കുന്ന ഏത് മതത്തിലുള്ളവനാണ്, ഏത് വർഗത്തിൽപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും കർത്താവ് നോക്കില്ല. ദൈവം നോക്കുന്നത് കർത്താവിനെ ആരൊക്കെ വിളിച്ചപേക്ഷിക്കുന്നോ അവരുടെ മേൽ സ്വർഗത്തിന്റെ സമ്പത്ത് കർത്താവ് വർഷിക്കുന്നു എന്നുള്ളതാണ്. അവിടെ വചന ഇപ്രകാരം പറയുകയാണ്, റോമാ 10:13 വചനം പറയുകയാണ്: കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കട്ടപ്പന പ്രദേശത്തു നിന്നും ഒരു സഹോദരി ശാലോമിന്റെ നൈറ്റ് വിജിലേക്ക് പ്രാർത്ഥനാ അപേക്ഷ ചോദിച്ച ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഹോദരി കുടുംബം ഒരു വീടിനുള്ള സ്ഥലം വാങ്ങി അങ്ങനെ വീടിൻ്റെ തറയെല്ലാം കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിച്ചത് ആ പ്രദേശത്തൊന്നും വെള്ളത്തിന് വളരെ ക്ഷാമമാണ്. വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 900 അടി കുഴൽക്കിണർ കുത്തിയെങ്കിൽ മാത്രമേ അവിടെ ജലം കിട്ടാൻ സാധ്യതയുള്ളൂ. വീട് പണി ആരംഭിക്കുകയും ചെയ്തു. അവർക്കിത് അറിയത്തില്ല. വെള്ളം ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെ, കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയൊക്കെയാണ് അവർ തുടങ്ങിയത്. എന്നാൽ പിന്നീട് കാണുന്നുണ്ട്, അവിടെ ചുറ്റുമുള്ളവർ പറഞ്ഞു, സാധാരണ കിണർ കുഴിച്ചാൽ പോലും ഒരു വേനൽക്കാലത്ത് വെള്ളം കിട്ടില്ല. അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടാണ് കട്ടപ്പനയിലുള്ള ലീലാമ്മ ചേച്ചി നൈറ്റ് വിജിലേക്ക് വിളിച്ചത്. ആ സഹോദരിയോട് വിളിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരിയോട് യെശയ്യാ പ്രവചനത്തിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ ഒരു 3-ാമത്തെ തിരുവചനമുണ്ട്: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും എന്നുള്ളൊരു വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ചേച്ചിയോട് ശാലോമിന്റെ നൈറ്റ് വിജിലിന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ചേച്ചി വളരെ പ്രത്യാശയോടെ സാധാരണ കിണർ കുഴിക്കുവാൻ തുടങ്ങി. ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. കിണർ കുത്തുന്നതിനിടയിൽ വലിയൊരു പാറ, അത് ഒറ്റ പാറയാണ്, ഇനി ഒരു രക്ഷയുമില്ല. ചേച്ചി വിട്ടുകൊടുത്തില്ല. ചേച്ചി ശാലോമിൽ നിന്നും പറഞ്ഞ ആ പ്രാർത്ഥനാ വചനം, ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ ആവർത്തിച്ച് ചൊല്ലി. എന്താണ് വചനം? യെശയ്യാ 44:3. എന്താ വചനം? വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ നിന്റെ സന്തതികളുടെ മേലും നിന്റെ മക്കളുടെ മേലും എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കുമെന്നുള്ള ഈ വചനം വെച്ച് ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഈ ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞു. ബ്രദറെ, ഈ കഴിഞ്ഞ ആ വേനൽക്കാലത്ത് ആ പാറയൊക്കെ പൊട്ടിച്ചു, നമ്മൾ വളരെ സമൃദ്ധമായി ജലം കിട്ടി. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ആ വീടിൻ്റെ പണികളെല്ലാം തീർക്കാൻ ആവശ്യമായ വെള്ളം അവിടെ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ നിന്നും ആ വെള്ളം എടുത്തുകൊണ്ട് ആ വീടിൻ്റെ പണികൾ മുഴുവനും തീർത്തു എന്ന് സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. ഇതാണ് റോമാ 10:13. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി എന്ന് പറയാമോ? ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിന്റെ 44-ാം അധ്യായത്തിന്റെ 1, 2, 3 വചനങ്ങൾ: ഞാൻ തെരഞ്ഞെടുത്ത അമ്മയുടെ ഗർഭത്തിൽ നിന്നെ രൂപപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും നിന്നെ സൃഷ്ടിക്കുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒരുക്കും.
അതുകൊണ്ട് ഈ നൈറ്റ് വിജിലിന്റെ ആമുഖത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാരങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് വീശി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലുള്ള നമുക്കറിയാം, ആ ചേച്ചി കിണറ്റിലെ പാറ കണ്ട് ഭയപ്പെട്ടു, ആൾക്കാർ പറയുന്നത് കേട്ട് ഭയപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കും? വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട, കർത്താവ് നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്തൃസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നമുക്ക് വാക്ക് പറഞ്ഞ ദൈവം എന്താ പറഞ്ഞത്? നീ ഭയപ്പെടേണ്ട പ്രിയ ദൈവമകനെ, ദൈവമകളെ, നീ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പറഞ്ഞ്. എന്ത് പ്രതിസന്ധികൾ വന്നോ ഒന്ന് ഉറപ്പാണ് പറഞ്ഞ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പറഞ്ഞ്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറഞ്ഞ്, നാം ഭയപ്പെടുകയില്ല, ശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്ന് പറഞ്ഞ് ഉറപ്പോടെ പറഞ്ഞ്. ഇടത്തും വലത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞ്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നാം ഭയപ്പെടരുത്, ശക്തിയാർജിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കും. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് രൂപം നൽകിയ, നമ്മെ നിത്യവും സഹായിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത് നൽകുന്ന ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി കണ്ണുകളടച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിയോനേ, ഭയപ്പെടേണ്ട. സിയോനേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. കടക്കണിയെ ഭയപ്പെടേണ്ട. രോഗത്തെ ഭയപ്പെടേണ്ട. മക്കളുടെ തലതിരിഞ്ഞ പോക്ക് ഭയപ്പെടേണ്ട. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഭയപ്പെടേണ്ട. ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലേക്ക് നോക്കി പറയാ, ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ രക്ഷകൻ, എന്റെ യേശു എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട. അഫ്ഗാനത്തിന്റെ ഈരടികൾ ജോമോനോടും സഹോദരിമാരോടും ഒക്കെ ചേർന്ന് സന്തോഷത്തോടെ നമുക്ക്, പ്രത്യാശയോടെ നമുക്ക് ദൈവത്തെ ആരാധിച്ച് ദൈവകൃപ സ്വീകരിക്കാം. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, ആമേൻ. യാഹെന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സന്തോഷത്തോടെ വലിയ പ്രത്യാശയോടെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ആ ബോധ്യത്തോടെ യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ അടിച്ച് പാടി ആരാധിക്കാം. വലിയ സന്തോഷത്തോടെ, ആനന്ദത്തോടെ. വാക്കുമാറാത്തൊരു ദൈവം, കൂടെ നടക്കുന്ന ഒരു ദൈവം, നമ്മെ രൂപപ്പെടുത്തിയ ഒരു ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം. രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയായി ഞാൻ തളർന്നാലും, ദേഹമെല്ലാം ക്ഷയിച്ചാലും, ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേകും. ആണികളാൽ മുറിവേറ്റ പാണികളാൽ സുഖമേകും. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്.
രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗം തുറന്നിറങ്ങി വരണമേ, ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉണങ്ങിയ ഭൂമിയിൽ ജലവും വരണ്ട നിലത്ത് അരുവികളും ഒരുക്കുന്നവനെ, ഞങ്ങൾക്കായി പുതിയ ഉറവകളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാക്കു തന്നോൻ മാറുകില്ല, ആരാധിക്കാം. വാഗ്ദത്തങ്ങൾ അവരുടെ പാലിച്ചിടും. അർത്ഥം മനസ്സിലാക്കിയത് പാടാമോ? ഭയപ്പെടേണ്ട. ഊരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടെന്നും നല്ലിടയൻ. സോ, കരങ്ങൾ ഉയർത്തിയടിക്കാമോ? അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിനെ എന്ന് വിളിക്കാമോ? എന്റെ യേശുവേ നഗരം കൊണ്ട് ഏറ്റു പറയാമോ? യേശുനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയില് ദൈവമേ ഞങ്ങളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി വിടുതലായി സംഭവിക്കട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ